ഗ്രാനി 3 കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഗ്രാൻഡ് പേനെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആദ്യം നമുക്ക് ലോക്ക് പിക്ക് എടുക്കാം. കുത്തി തുറക്കലാണ് ഗൈസ് ഏറ്റവും വലിയ പണി. എൻ്റെ പ്ലാൻ എന്നനുസരിച്ച് നമ്മൾ വേഗം പോയിട്ട് താഴെ പോയിട്ട് റോബോട്ടിനെ കൊണ്ട് ഗ്രാൻഡ് പേനെ വിളിച്ചു വരുത്തുക. എന്നിട്ട് നമുക്ക് മുകളിലോട്ട് പോയി ഗ്രാൻഡ് പേൻ്റെ കട്ടിൻ്റെ അടിയിൽ ഒളിക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. മൂഞ്ചുവെന്ന് കണ്ടറിയാം. റോബോട്ട് ഒച്ചയാക്കൂ റോബോട്ടേ. മണ്ടൻ നമുക്ക് ആ റൂമിലെ പോയി വെന്റിൽ എത്തി നോക്കാം. എന്തായാലും മണിയടിച്ച് വെച്ചിട്ട് അപ്പൂപ്പൻ വരാനാണ് സാധ്യത. എല്ലാവരും പറയുന്നു അപ്പൂപ്പനെ ചെവി കേൾക്കില്ല എന്ന്. അയാൾ പോയി നോക്കാം. അയാൾ വരണമെങ്കിൽ കുറച്ചേരം ഇവിടെ എടുക്കാം. നമുക്ക് എന്തായാലും പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയാൽ ബ്രിഡ്ജ് കറങ്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് ഗ്രാൻഡ് പ വരണ്ടേ? ഗ്രാൻഡ് പൂ കാണുന്നില്ലല്ലോ. ഇവിടെ ഡ്രോപ്പ് ചെയ്തേക്കാം. ഇതുവരെ ഗ്രാൻഡ് പേനെ കാണാനില്ല. എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഗ്രാൻഡ് പേക്ക് ചെവി കേൾക്കില്ലേ ശരിക്കും? ഇല്ലെന്നാ തോന്നുന്നു. നമുക്ക് എന്തായാലും മുകളിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പാപ്പനെ കാണുവാനില്ല. മിസ്സിങ്. ഡെത്ത് ഓർ അലൈവ്. കള്ളനപ്പം വാതിൽ തുറന്ന് ഓടിക്കോ ശങ്കരാ. പുറത്തേക്ക് ഓടുന്നത് സേഫാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്കിതൊന്ന് കുത്തി തുറക്കാം ആദ്യം. നമ്മൾ കുത്തി തുറന്നിട്ടുണ്ട്. പാപ്പനുണ്ടായ മൂക്കി. നമ്മളപ്പുറം ഇപ്പം ഒരു വൈഭവം ഉണ്ട്. അവൻ്റെ ഫേസ് റിവ്യൂല് ചെയ്യണമെങ്കിൽ നിങ്ങൾ 50 സബ്സ്ക്രൈബേഴ്സ് ആക്കണം എൻ്റെ യൂട്യൂബ് ചാനലിൽ. അവൻ്റെ ഫേസ് റിവ്യൂല് ഉടനെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച്. നമുക്കെന്നാലും എലവേറ്റർ എടുത്തിട്ട് മുകളത്തെ നിലയിലോട്ട് പോവാം. ഇവിടെ നിന്നാൽ ഒരു കാര്യം സാധിക്കില്ല. അയ്യോ, നമ്മൾ സ്ലണ്ടറിനേറെ റൂമിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എണീച്ച് നിന്നിട്ട് അപ്പാപ്പൻ എവിടെ? വേർ ഈസ് മൈ ഗ്രാൻഡ് പേ? കുഞ്ഞിനും പോയി വലിയ ടേബിളിലേക്കൊന്ന് വീണ് ഓടിക്കോ ശങ്കര ആക്കി. നമുക്ക് കുത്തി തുറക്കണമല്ലോ. അപ്പാപ്പ വരണ്ടിന്നാ മതിയായിരുന്നു. മെല്ലെ നമ്മൾ പ്ലാങ്ക് വെക്കാനായി മുകളിലോട്ട് പോകുന്നുണ്ട്. വെപ്പണെങ്കിൽ നമ്മൾ എവിടെയായിരുന്നു? അടുക്കളയെ കണ്ടായിരുന്നല്ലേ. വെപ്പണെങ്കിൽ കിട്ടിയാൽ കളി മാറും. പക്ഷേ ഗ്രാൻഡ് പേയുടെ കയ്യിൽ അതിനേക്കാട്ടും വലിയ വെപ്പൺ ഉണ്ടല്ലോ. ഫ്രിഡ്ജ് കാണും. പ്രതീക്ഷിച്ച സാധനം. അപ്പാപ്പൻ മുഞ്ചി ഗൈസ്. അപ്പാപ്പൻ കമ്മിങ്. അപ്പാപ്പൻ മിസ്റ്റർ അപ്പാപ്പൻ കമ്മിങ്. അപ്പാപ്പൻ കമ്മിങ് ആണ്. നമുക്ക് പോയി ബ്രിഡ്ജ് ക്രാങ്ക് അവിടെ വെച്ചിട്ട് വരാമെന്നാണ് എൻ്റെ ഒരു നിഗമനം. വാതിൽ തുറന്നിട്ടാണുള്ളത്. ഏത് നിമിഷവും അങ്ങേരി
നമ്മളെ വെടിവെച്ചിടാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് ഡോർ എന്തായാലും അൺലോക്ക് ചെയ്ത് അങ്ങോട്ട് പോകാം. എന്തായാലും പാലം താണിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെപ്പൺ കീ എടുത്താലോ? ആദ്യം നമുക്ക് കല്ലു ഇറക്കാം. ഗ്രാനി ഇല്ലാത്തതുകൊണ്ട് അത്ര സീനില്ല, വിഷയമല്ല. അപ്പൂപ്പനും വിഷയമാണ്. അയാളെ തോക്ക് കിട്ടിയിട്ട് വേണം അയാളെ മണ്ടയ്ക്കൊരു വെട്ടി വെക്കാൻ. വെപ്പൺ കീ കൊണ്ട് വലിയ കളിയൊന്നും നടക്കൂല. അമ്മി ഫ്ലോർ മാറി ഗൈസ്. സെക്കൻഡ് ഫ്ലോറിലല്ലേ? അപ്പോ 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 വെടി വെച്ച് കിട്ടു ഗൈസ്. അങ്ങനെ ഫസ്റ്റ് ഡേ തൊലഞ്ഞു. എസ്കേപ്പ് ആണോ? വെപ്പൺ കീ എടുത്ത് സ്ലിംഗ് ഷോട്ട് എടുക്കണം. വീണ്ടും കുത്തി തുറക്കണം. മെയിൻ ഗേറ്റ് എസ്കേപ്പാണ് എൻ്റെ മനസ്സിൽ ഉള്ളത്. എന്ത് എസ്കേപ്പ് ചെയ്യണമെന്ന് നിങ്ങൾ അടുത്ത നോർമലിൽ കളിക്കുമ്പോൾ നിങ്ങൾ പറയും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എസ്കേപ്പ് ചെയ്യാം. പാപ്പൻ്റെ റൂം ഇതല്ലേ? കേൾക്കും. വെപ്പൺ കീ കളി മാറി. നീ അപ്പു വരട്ട്. അപ്പൂൻ്റെ മണ്ട കിട്ടുന്ന കുട്ടിക്കണം. അപ്പു മോനെ ഇവിടെ പോയേ? നമ്മൾ സ്ലിംഗ് ഷോട്ടർ എടുത്ത് കണ്ടിട്ട് പേടിച്ചോടിയെന്നാണ് തോന്നുന്നത്. നമ്മൾ സ്ലിംഗ് ഷോട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ ഗൈസ്, മിസ്സായി. ഷോട്ട് ഗൺ മുഞ്ചിടെ അപ്പാപ്പൻ്റെ വെടി തീർത്തിട്ടുണ്ട്. മാച്ച് സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പാപ്പൻ്റെ തോക്ക് അങ്ങനെ ചാടാനാവില്ലല്ലോ. ഡ്രോപ്പ് സാധനം എടുത്തേക്കാം. തോക്കിലുണ്ടറച്ചേക്കാം. അപ്പാപ്പൻ റീസ്പോൺ ആയോ? ഇല്ല. ചങ്ങായി റീസ്പോൺ ആവുന്നുണ്ട്. റീസ്പോൺ ആയിരിക്കുന്നു. ചങ്ങൻ്റെ റൂമിലേക്കും റീസ്പോൺ ആയിട്ടുണ്ടായില്ലേ? ഇനിയുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഫ്യൂസും കൂടി കിട്ടിയാൽ കളി മാറും. ഇലക്ട്രിസിറ്റിയും കൂടി വരുത്തിയാൽ പിന്നെ നമുക്ക് എസ്കേപ്പ് ആവാം. ഫയർ റൂട്ട് കണ്ടു. കാക്കയുടെ അടുത്ത് എന്താണ്? നമുക്ക് പോയി വെടിവെച്ച് നോക്കാം. എലിവേറ്ററിൽ പോകുന്നത് അബദ്ധമാണ് ഗൈസ്. എന്തായാലും ആ കള്ളപ്പാപ്പം കണ്ടു. അപ്പൂ മോനുറങ്ങിയ? അപ്പൂ മോനെ കൊല്ലാനതാ ആള് വന്നിട്ടുണ്ട്. വേഗം വാ. എന്തായാലും നമ്മൾ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. കാക്കേ നിന്റെ അടുത്ത് എന്നാടാ? കാക്കയ്ക്ക് നമുക്കൊരു പേരിട്ടാലോ? ഷുബ്രു. നിന്റെ അടുത്ത് എന്താടാ? ഷെഡിയാണെന്ന് തോന്നുന്നു. വെടിയാച്ചേക്കാം. അപ്പം മോനെ പോലെ ഷെട്ടിക്ക് ഉപകാരമുണ്ട്. ഈ തല കിട്ടേക്കാം. പക്ഷെ തോക്ക് താഴെപ്പോകുമോ? ഇല്ല. ഡ്രോപ്പ് ചെയ്തിന് താഴുക. ഇല്ല, വേണ്ട, വീണില്ല ഗൈസ്. തോക്കിലുണ്ടേയില്ല. എങ്ങനെ ഇനി അപ്പൂനെ തോക്കും?
അപ്പോ ഇവിടെ അപ്പോ വന്നാൽ നമ്മൾ തീർന്നു. കാരണം തോക്കിൽ നെഹി ഉണ്ടാ. ഇവിടെ ഉള്ളേ ഉണ്ടാ. തോക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അയാളെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. കള്ളനപ്പൻ. നമ്മ താഴോട്ട് ഇവിടെ ഉണ്ട്. ആ ഉണ്ട് കിട്ടി കളിമാരി. ഇതിനുള്ള എന്തായിരിക്കും? ടെഡി. എടുത്ത അപ്പാപ്പൻ വരും. അപ്പാപ്പനും തുറക്കാം. അവനെ കാണില്ല. ഒരു സപ്പു ഉണ്ട്. നമുക്കത്ര പേടിക്കാനില്ല. താലേക്കുള്ള അപ്പൂനെ കാണുന്നില്ല. കണ്ടവർ അറിയിക്കുക. അങ്ങനെ ഒരു പോസ്റ്റർ നമുക്ക് അടിച്ചു വിട്ടാലോ? ഷെഡിനുള്ള എന്തായിരിക്കും? നമുക്ക് ആ ഷെഡിക്ക് കിട്ടും. മറന്നും പോയല്ല. ആദ്യം നമുക്ക് തോക്കൊണ്ടായി സേഫായ ഒരു സ്ഥലത്ത് കാണാം. ഡ്രോപ്പ് ചെയ്യാം. ഷെഡിക്ക് എടുക്കാം. ആ അപ്പം അതൊക്കെ തോറാണെന്ന് തോന്നുന്നു. അയാൾ എണീച്ച നമ്മ എവിടെ പോയാൽ തോക്ക് വലിച്ചെടുക്കും. തോർ മിയോഞ്ഞോർ എടുക്കുന്ന പോലെ. എന്താണ് ഷെൽഫിൽ? ആക്സിലേറ്റർ. ഒരു ആവശ്യമില്ല. നമുക്ക് ഷോർട്ട് ഗൺ എടുത്തേക്കാം. അപ്പൂപ്പ വരാൻ സാധ്യതയുണ്ട്. അപ്പൂനെ കാണാത്തത് കൊണ്ട് നമ്മൾ മുമ്പോട്ട് ചലിക്കുന്നു. വേർ ഈസ് അപ്പു? അപ്പുവെ കാണാനില്ല, കണ്ടവർ അറിയിക്കുക. കാറിൻ്റെ അടിക്കലൊന്നുണ്ടോ? ഇല്ല. സ്ക്രീൻഷോട്ട് എണ്ണം അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ ഇവിടെയാണ് തപ്പാൻ ബാക്കി. തപ്പാൻ ബാക്കിയെന്ന് പറയാൻ നമ്മൾ ഇവിടെ തപ്പിയില്ല അല്ലേ? എനിക്ക് പേടിയാണ് കേസ്. ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ അപ്പപ്പം ഇതവരൊന്ന് പറഞ്ഞില്ല. ചത്തിരിക്കുന്നു അപ്പപ്പൻ. ഞാൻ അപ്പപ്പൻ്റെ റൂമിൽ എന്താണെന്നുണ്ട്? ഇറ്റ്സ് എ സേഫ് കീ. എനിക്ക് തോന്നുന്നത് സേഫ് കീ. യെസ് സേഫ്. ബാഡ് ലോക്കി. മുഞ്ചി. സേഫ് കീ കിട്ടിയാൽ നമുക്ക് സേഫിനകത്ത് എന്താണെന്ന് നോക്കാമായിരുന്നു. ഇത് നമ്മൾ തുറന്നില്ലേ? എടുത്തേക്കാം. അഥവാ അപ്പൻ വന്നാൽ നമുക്ക് പോയി താഴത്തെ ജനല് പൊട്ടിച്ചേരൂന്ന് എനിക്കൊരു ആലോചനയുണ്ട്. നമുക്കത് പോയി പൊട്ടിക്കാം ഗൈസ്. നിങ്ങൾക്ക് സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് പരമസുഖമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രാനി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൈസിൻ്റെ ഓടിക്കുന്നുണ്ട്. ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ക്രോബാർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ പോയി പെട്ടി തുറന്ന് നോക്കാം. പെട്ടിയിലെന്തുണ്ട്? നമ്മുടെ പെട്ടിയിലെന്തുണ്ട്? ജനറേറ്റർ കേബിൾ ആവശ്യമുള്ള സാധനമാണ്. പക്ഷേ തോക്കവിടെ ചാടിയിട്ടാണ് ഞാൻ വരുന്നത് കേസ്. മുഞ്ചൻ സത്യത 100-ൽ 100ആണ്. സ്ലിംഗ് ഷോട്ട് ഉണ്ടായത് കൊണ്ട് പേടിക്കണ്ട. ജനറേറ്റർ കേബിൾ. ഫ്യൂസ് എവിടെ ആയിരിക്കും? നമുക്ക് 2 കല്ല് പറക്കിയിട്ട് പോകുന്നതാണ് സേഫ്. ജനറേറ്റർ കേബിൾ ഇവിടെ വച്ചേക്കാം. വെച്ചിരിക്കുന്നുണ്ട് ഗൈസ്. അയ്യോ, ഓണാക്കാൻ മറന്നു ഗൈസ്. കറണ്ട് വന്നിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്യൂസ്
കൂടി കണ്ടുപിടിച്ച എസ്കേപ്പ് ആവാം ഗൈസ്. ഫ്യൂസ് മിക്കവാറും സ്ലെൻഡറിനയുടെ അടുത്തായിരിക്കാനാണ് സാധ്യത. സ്ക്രീൻ ഷോട്ട് ഇട്ടിട്ടുണ്ട്. താഴെ പോവാം, ഫാസ്റ്റിൽ താഴെ പോവാം. ഗ്രാൻഡ് തോക്കെടുത്തോ എന്നൊരു സംശയമുണ്ട്. അപ്പൂ ഗ്രാൻഡ് എണീച്ചിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് ക്രോബാറാവും ആവശ്യം. നമുക്കൊന്ന് തോക്ക അവിടെ ഉണ്ട്, പേടിക്കണ്ട. അതുകൊണ്ട് അപ്പു മാന്തും. അവന് അങ്ങനത്തെ ഒരു ശക്തിയുമുണ്ട്. മാന്തുന്നവനാണ് അവൻ. മാന്തി നമ്മുടെ മീടെല്ലാം പറിക്കും അവൻ. മണ്ടൻ അപ്പു. നമുക്ക് എന്നാലും എലവേറ്ററിനെ വിളിച്ചേക്കാം. അതിനുള്ള അപ്പു വന്ന മുമ്പി പറ്റ ഊമ്പി. അപ്പു വരുന്നില്ലല്ലോ, പോയി കാണാനില്ല. ഇലയായിരുന്നു ഗൈസ്. എലിവേറ്റർ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും മുകളിലോട്ട് പോവാം. സിലിണ്ടറിനയുടെ അവിടെ എന്താണെന്ന് നോക്കി നമുക്ക് എസ്കേപ്പ് ആവാം ഗൈസ്. ഇത് എപ്പോഴും കാണുവാനില്ലേ, ഫ്യൂസാവണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂഞ്ചി കോക്കനട്ടിൻ്റെ ഉള്ളിൽ കോയിനല്ലേ ഉണ്ടാവല്ലോ ഗൈസ്. ഇപ്പം കുറച്ച് മൂഞ്ചിയ അവസ്ഥയാണ്. ഫ്യൂസ് കിട്ടിയണെങ്കിൽ എസ്ക്യൂ. നമ്മൾ ടെഡി സിലിണ്ടറിനെ കൊടുത്താൽ അവൾ കീഴല് തരും. ഫ്യൂസ് തരുമോ? സാധ്യതയില്ല. എന്നാലും ചോദിച്ചോക്കാം. സിലിണ്ടറിന് നമ്മൾ ഇട്ടിട്ടില്ല, അതാണ് വേറെ കാര്യം. കോയിൻ മൂഞ്ചി. തേങ്ങ കഷ്ണതാ പോണു. എവിടെയാണെന്നറിയില്ല നമ്മളെ അപ്പാപ്പൻ. തോക്കെടുക്കാൻ പോയോ അയാൾ തോക്കെടുക്കാൻ എത്തിയിട്ടില്ല. അങ്ങനെ ഗ്രാൻഡ് തോക്കെടുത്തില്ല ഗൈസ്. പക്ഷേ ഗ്രാൻഡ് തോക്കെടുത്തില്ല, താഴെ വരെ പോയി. ആ വണ്ടി തോക്കെടുത്തില്ല, മാന്തിയിട്ടാണ് എന്നെ കൊന്നത്. ഈ പാഡ്ലോക്കിനുള്ള ഫ്യൂസ് ഉണ്ടാവുമോ ദൈവത്തിനറിയാം. എന്നാലും എസ്കേപ്പ് ആവണം. നമ്മളിന്ന് നിർത്തില്ല ഗൈസ്. എസ്കേപ്പ് ആവണം എനിക്ക് എങ്ങനെയെങ്കിലും. അപ്പൂപ്പൻ്റെ വീട്ടിൽ നിന്ന് അപ്പൂപ്പനെ അടിച്ച് പുറത്താക്കിയിട്ട് വേണം എസ്കേപ്പ്. അയാളെ തോക്കി ഉണ്ടായില്ലല്ലോ. എടി ഇത്രയും നേരം ഇതിന് വേണ്ടിയാണ് ഞാൻ കളിച്ചത്. പക്ഷെ അവിടെ കൊണ്ടുപോയി വെച്ചിരി. നമ്മളെന്തായാലും എസ്കേപ്പായി, ഉറപ്പിച്ചോ ഗൈസ്. ഡേ 3 എസ്കേപ്പ്ഡ്. കള്ളഗ്രാൻഡ് വിളിച്ചിരിക്കുക. ഓക്കെ, അപ്പാപ്പൻ പുറത്തുനിന്ന് അവനെവിടെയെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സ്കിപ്പ് ആകുമ്പോൾ മുകളിലെ പോയിട്ട് നമുക്ക് അവിടെ തുള്ളാം എന്നാണ് എൻ്റെ ഒരു നിഗമനം ഗൈസ്. നമുക്കതിലേ തുള്ളാം, അതായത് ഇതിലേ. ഓടിക്കോ ഗൈസ്. അപ്പോൾ നമ്മൾ ഗ്രാനി 3 വിത്ത് ഗേറ്റ് എസ്കേപ്പ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ എസ്കേപ്പ് ആയിരിക്കുന്നു ഗൈസ്. ഗ്രാൻഡിയും ഫ്രണ്ടും
ഓക്കെ പോയി നോക്കേണ്ട. ഇപ്പൊ നമ്മളെ ഗ്രാനി 3 ഗേറ്റ് എസ്കേപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദ എൻഡ്.